ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിവിൽ.നെറ്റ് ക്ലാസ്സസ്. സിവിൽ.നെറ്റിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് സ്ട്രാറ്റജിക് സ്റ്റഡി പ്രിപ്പറേഷൻ ഫോർ LSGD എക്സാമിനേഷൻസ്, എസ്പെഷ്യലി ഓർസിർ ഗ്രേഡ് 1 ഓർ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിംഗ് പോസ്റ്റ് വിത്തിൻ 30-day ക്രാഷ് കോഴ്സ്. അതായത് 30-day ക്രാഷ് കോഴ്സിലൂടെ നമുക്ക് LSGയുടെ എക്സാമിനേഷൻസ് അഥവാ ഓർസിർ ഗ്രേഡ് 1 ഓർ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിംഗ് പോസ്റ്റിലേക്കുള്ള എക്സാമിനെ നമുക്ക് ഈസിയായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കോഴ്സാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് സിവിൽ.നെറ്റ് അവതരിപ്പിക്കുന്നത്. LSGD പോസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1000 കാൻഡിഡേറ്റ്സിന് വരെ കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമിന് അവർ ജോബ് കിട്ടിയിട്ടുള്ളൊരു മേഖലയാണ് LSGDയുടെ പോസ്റ്റ്. സോ ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ട് കിട്ടാൻ പറ്റുന്നൊരു പോസ്റ്റാണ് LSGD. നമുക്കറിയാം, പഞ്ചായത്തിലൊക്കെ ധാരാളം ഒഴിവുകൾ വന്നിട്ടുള്ള സമയമാണിത്. 2017 ശേഷം വരുന്ന ഏറ്റവും വലിയൊരു എക്സാമിനേഷനാണ് 2021 വരുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് PSC എക്സാം ബൂസ്റ്റർ. ഓക്കെ, നമുക്കിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഹൗ ടു സ്റ്റഡി ഫോർ LSGD എക്സാമിനേഷൻ. നമുക്കറിയാം, പലർക്കും പല രീതിയിലാണ് പഠിക്കുന്നത്. ഏതൊക്കെ രീതികൾ ഫോളോ ചെയ്താൽ ഏതൊക്കെ രീതിയിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. പലരും ഹാർഡായിട്ട് പഠിച്ചാലും ശരി, അവർക്ക് അധികം സ്കോറൊന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. സോ ആ ഒരു പ്രശ്നത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ക്ലാസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. സോ നമുക്ക് ആ ക്ലാസ്സിലേക്ക് പോകാം. ടിപ്സ് ഫോർ സ്റ്റഡിയിങ് കേരള PSC. കേരള PSCക്ക് വേണ്ടിയിട്ട് മാത്രം നമുക്ക് ചെയ്യാവുന്ന കുറച്ച് ടിപ്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു സ്ട്രാറ്റജിക്, അതായത് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ആ രീതിയിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഫസ്റ്റ് പോയിന്റിലേക്ക് പോവാം. സിലബസ്. ഓക്കെ, സിലബസ് എന്ന് പറഞ്ഞാൽ എക്സാമിൻ്റെ ഏറ്റവും അവിഭാജ്യമായിട്ടുള്ളൊരു ഘടകമാണ്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറഞ്ഞാൽ സിലബസാണ്. നമുക്കറിയാം, ഒരു എക്സാം വിളിച്ചു കഴിഞ്ഞാൽ ITI ലെവലാണോ, അതല്ല ഡിപ്ലോമ ലെവലാണോ, അതല്ല BTech ലെവലാണോ എന്നുള്ളതാണ് ഫസ്റ്റായിട്ട് ചെക്ക് ചെയ്യേണ്ടത്. സോ ITI ലെവലാണെങ്കിൽ ആ ഒരു രീതിയിലുള്ള ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുള്ളൂ. അതല്ല ഡിപ്ലോമ ലെവൽസ് ആണെങ്കിലും BTech ലെവൽസ് ആണെങ്കിലും കുറച്ചുകൂടി ലെവൽസ് കൂടിയ എക്സാമാണ് ഇവിടെ പൊതുവെ കണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, അതാണ് ഫസ്റ്റായിട്ട് നമ്മൾ നോക്കേണ്ടത് സിലബസ്. ഓക്കെ, സിലബസിൽ നിന്ന് പുറത്തുനിന്നും ചോദിക്കുമെന്ന് പറയുകയാണെങ്കിലും ശരി, നമുക്ക് ഫസ്റ്റ് ഫണ്ടമെൻ്റലായിട്ട് ചെയ്യേണ്ട കാര്യം ഒരു ITI ലെവലാണെങ്കിൽ ആ ഒരു ലെവലിലുള്ള പുസ്തകങ്ങൾ ഫസ്റ്റ് കവർ ചെയ്തിരിക്കണം. ഓക്കെ, നെക്സ്റ്റിലേക്ക് പോകാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. ഓക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഏത് രീതിയിലാണ് ചോദിച്ചിട്ടുള്ളതെന്ന്. ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്കറിയാൻ ഒരു കാര്യമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്നാണ്. ഒരു ടോപ്പിക്, ഫോർ എക്സാമ്പിൾ സർവേയിങ് എടുത്തു കഴിഞ്ഞാൽ അതിലേതൊക്കെ ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ ടോട്ടൽ സ്റ്റേഷൻ ഓർ ലാൻഡ് സർവേയിങ് എക്സെട്ര, അത്തരം ടോപ്പിക്സിൽ നിന്ന് എത്ര രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ആ ഒരു സർവേ, ആ ഒരു ഡയഗ്നോസ് നമ്മൾ സ്വയം ചെയ്യണം. അതുപോലെ കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റിൽ നിന്ന് ഒക്കെ അതുപോലെ സർവേയിൽ നിന്നാണ് മാക്സിമം ക്വസ്റ്റ്യൻസ് സാധാരണ വരാറുള്ളത്. മാക്സിമം ക്വസ്റ്റ്യൻസ് കിട്ടും. അപ്പോൾ നമ്മൾ സ്വയം ഒരു വിലയിരുത്തൽ ഉണ്ടായിരിക്കണം. നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം, സ്വയം വിലയിരുത്തണം, ഒരു സ്റ്റഡി ചെയ്യണം. എന്നാൽ നമുക്ക് കുറഞ്ഞ എഫേർട്ടിൽ കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നെക്സ്റ്റ് നോക്കേണ്ടത് സ്റ്റഡി മെറ്റീരിയൽസ്. ഫസ്റ്റ് സിലബസ് നോക്കിയ പോലെ തന്നെ അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കി കഴിഞ്ഞാൽ നോക്കേണ്ട മറ്റൊരു കാര്യമാണ് സ്റ്റഡി മെറ്റീരിയൽസ്. ഫോർ എക്സാമ്പിൾ, ഏറ്റവും കൂടുതൽ ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചതിന് നമുക്ക് കൂടുതൽ പ്രിഫറൻസ് നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം. ഫോർ എക്സാമ്പിൾ കൺസ്ട്രക്ഷൻ മാനേജ്മെൻ്റ് ആണെങ്കിൽ 6 ഭാഗത്തു നിന്നുള്ള ടെക്സ്റ്റ് ബുക്കുകൾ നമ്മൾ ഫസ്റ്റ് കവർ ചെയ്യണം. അതുപോലെ സർവേയിങ്, അതല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ്, വാട്ടർ റിസോഴ്സ് എക്സെട്ര, ജിയോ ടെക്നിക്കൽ, ആ ഒരു ടെക്സ്റ്റ് ബുക്കുകൾ നമ്മൾ കളക്ട് ചെയ്യണം. നമുക്കറിയാം, ഏറ്റവും ഫണ്ടമെൻ്റലായിട്ട് നോക്കേണ്ടത് നമ്മുടെ കരിക്കുലം ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കാണ് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യണം. അത് കഴിഞ്ഞിട്ടാണ് മറ്റ് ബുക്കുകൾ നമുക്ക് പ്രിഫർ ചെയ്യേണ്ടതുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. സെൽഫ് നോട്ട് പ്രിപ്പറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സിലബസ് അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് റൗണ്ട് ചെയ്ത് വെക്കുക. അത് നമ്മുടെ രീതിയിലാണ്
രീതിയിലാണ് സെൽഫ് നോട്ട് പ്രിപ്പറേഷൻ എടുക്കേണ്ടത്. നമുക്കറിയാം ലാസ്റ്റ് റിവിഷൻ ടൈമിൽ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്നത് സെൽഫ് നോട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് 5th ടൈം എന്ന് പറഞ്ഞാൽ മോക്ക് ടെസ്റ്റ്. സ്വയം എക്സാമുകൾ ചെയ്യാം. നമുക്കറിയാൻ പറ്റും എത്ര പഠിച്ചാലും നമ്മൾ മൈൻഡിലുണ്ടോ ഇല്ല എന്നുള്ളൊരു ചെക്കാണ് മോക്ക് ടെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെൽഫ് ടെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. സെൽഫായിട്ട് ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എത്ര പഠിച്ചാലും നമുക്കറിയാൻ പറ്റും ഓർമ്മയിലുണ്ടോ ഇല്ല എന്ന് അറിയാൻ വേണ്ടിയുള്ള ചെക്ക് മാത്രമാണിത്. ഓക്കെ, ഒരു 2 പ്രാവശ്യം ചെയ്ത് മിനിമം 2 പ്രാവശ്യം ചെയ്ത് കഴിയണം ഒരു മെയിൻ എക്സാമിന് പോകുന്നതിന് മുമ്പ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി മോക്ക് ടെസ്റ്റിൽ വരുന്ന തെറ്റുകളൊക്കെ നമുക്ക് അവലോകനം ചെയ്യാൻ പറ്റിയൊരു മെത്തേഡാണ് റിവിഷൻ. എവിടെയാണ് എനിക്ക് തെറ്റ് പറ്റിയിട്ടുള്ളത് ആ ഭാഗങ്ങൾ കൂടുതൽ റിവൈസ് ഇതെടുക്കുക. ഓക്കെ, മറ്റ് അറിയുന്ന ഭാഗത്തിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അറിയാത്ത ഭാഗത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് എന്ത് ചെയ്യണം, നമ്മൾ റിവിഷൻ ചെയ്യണം. ഓക്കെ, ഇത്തരം ഈ ഒരു 6 പോയിൻറ്റ്സാണ് നിങ്ങൾ മുന്നിലേക്ക് വെക്കുന്നത്. ടിപ്സ് ഫോർ സ്റ്റഡിയിങ് കേരള PSC. ഇത് സിവിൽ റിലേറ്റഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പബ്ലിക് LDC ക്ലർക്ക് മറ്റ് ബ്രാഞ്ചുകളാണെങ്കിലും ശരി, ഇത് ഏറ്റവും കൂടുതൽ എഫക്റ്റീവായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കുമെന്നാണ് ഒരു 80% ഗ്യാരണ്ടി തന്നെയാണ്. ഓക്കെ, ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യണമെന്ന് അറിയിക്കുകയാണ്. ഇനി സ്വന്തമായിട്ടുള്ള ഫോളോ ചെയ്യുന്ന മെത്തേഡ്സ് ഉണ്ടെങ്കിൽ അതും ഫോളോ ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ച്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായി കാണാം. നെക്സ്റ്റ് നമ്മൾ LSGD സിലബസുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. അതിൽ നിന്ന് മനസ്സിലാക്കാം ഏതൊക്കെ ടോപ്പിക്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാം എന്നുള്ളത്. ഓക്കെ, താങ്ക് യു.